കേട്ടോ ഗൈസ്, എനിക്കൊരു കാര്യം തുറന്ന് പറയണമെന്നുണ്ട്. കാരണം ഞാൻ എന്താണ് 10 വർഷമായിട്ട് ഇവിടുന്ന് ഞാൻ എറണാകുളത്ത് നിന്ന് ഞാൻ കണ്ണൂരോട്ടും പോകാറുണ്ട്, അതുപോലെ ഇവിടുന്ന് ഞാൻ എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്കും പോകാറുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ 4-5 മണിക്കൂർ കൊണ്ടൊക്കെ ട്രിവാൻഡ്രം എത്തുന്ന ഒരു സമയമുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ ആ സമയം ഒരു 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ട് സ്റ്റേഷനിൽ പോകാതിരിക്കാൻ പറ്റത്തില്ല, എന്തായാലും പോയാലേ പറ്റത്തുള്ളൂ എന്നൊരവസ്ഥയാണ്. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഞാൻ അതിനുള്ള പ്രിക്കോഷനൊക്കെ എടുത്തിട്ടേ വരുള്ളൂ. കാര്യം നേരെ എറണാകുളം എത്തിയിട്ട് മാത്രമേ ഈ ബാത്റൂമിൽ പോകാൻ തോന്നാവുള്ളൂ ദൈവമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയൊക്കെയാണ് പറയുന്നത്. ഇനി ഈവൻ ഞാനൊരു പ്രിക്കോഷന് വേണ്ടി കൊല്ലത്തെത്തുമ്പോൾ ഒന്ന് ഇറങ്ങിയിട്ട് പോയിട്ട് വരും. കാര്യം ഒരു ബാത്റൂം മാത്രം അവിടെ ഒത്തിരി വൃത്തികളായിട്ട് എനിക്ക് തോന്നി, ഒരു അല്പം കേട്ടോ. അതുകൊണ്ട് അവിടെ മാത്രം ഞാൻ ഈ ഒരു റൂട്ടിന് ഞാൻ പോയിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ഇന്നലത്തെ ഒരു അവസ്ഥ പറയാം. ഇപ്പോൾ ഇനി ഇവിടുന്ന് കണ്ണൂരോട്ട് പോയിട്ടുള്ളപ്പോൾ ഒരിക്കലും ഞാൻ തൃശ്ശൂർ പോയിട്ടുണ്ട്, അത് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തൃശ്ശൂർ ഒരു കാരണവശാലും പോയിട്ടില്ല. പിന്നെ കോഴിക്കോട് അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യും, ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനേ ഉള്ളൂ, മനസ്സിന് പോകത്തില്ല, അമ്മാതിരി അവസ്ഥയിലാണ്, വേറെ ഗതിയില്ല. എന്നിട്ട് ഇന്നലെ ഞാൻ ഇതുപോലെ തന്നെ 8 മണിക്ക് വരേണ്ട ബസ്സാണ് ബുക്ക് ചെയ്തത്. പക്ഷേ ആ ബസ് വന്നത് 9 മണിക്കാണ്. അപ്പോൾ തന്നെ 1 മണിക്കൂർ പോയി, ആലോചിച്ച് നോക്കണം. അത് കഴിഞ്ഞിട്ട് ആ ബസ് കൊല്ലത്തെത്തിയപ്പോൾ ഞാൻ വെച്ച് പ്രിക്കോഷൻ എടുത്തേക്കും, കാര്യം വേറെ ഓപ്ഷൻ ഇല്ല, നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കൊല്ലത്ത് പോകാൻ വേണ്ടിയിട്ട് കണ്ടക്ടറോട് ചോദിക്കുന്നത്. അപ്പോൾ അവർ പെട്ടെന്ന് ചൂടായി, അത് ബസ് ലേറ്റ് ആയിട്ടാണ് വന്നത്, എനിക്ക് പറ്റത്തില്ല. ഞാൻ പെട്ടെന്ന് അതും കേട്ട് ഓടി അങ്ങ് ബാക്കിലോട്ട്, അയ്യോ വേണ്ടേ പോയില്ലെങ്കിലും വേണ്ടില്ല എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പറ്റത്തില്ലല്ലോ നമുക്ക് എറണാകുളം വരെ ഒരു കാരണവശാലും അത്രയും ടൈം, കാര്യം ഇപ്പോൾ തന്നെ ഒരു 6 മണിക്കൂറോളം പിന്നിട്ടു. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, ആലപ്പുഴയ്ക്ക് ചാടി ഇറങ്ങി, വേറെ ഗതി ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. ആലപ്പുഴയ്ക്ക് ഇറങ്ങിയിട്ട് കംഫർട്ട് സ്റ്റേഷനിലേക്ക് പോയി. ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ചത്താൽ പോലും പോകത്തില്ല കേട്ടോ അവിടെ. കാര്യം എൻ്റെ അമ്മോ കുറേ ഉണ്ട്, ബാത്റൂം കുറേ ഉണ്ട് കേട്ടോ, ടോയ്ലറ്റൊക്കെ. ഒരൊറ്റ ടോയ്ലറ്റ് പോലും വൃത്തിയില്ല എന്ന് വെച്ചാൽ വൃത്തിയില്ല എന്നല്ല, ഒരു അല്പമെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനും വെള്ളം ഒഴിച്ചിട്ടില്ല, ഒറ്റ എണ്ണത്തിന് വെള്ളം ഒഴിച്ചില്ല, സാധിച്ചിട്ട് പോയി കഴിഞ്ഞു. 3-4 ടോയ്ലറ്റിൽ ഞാൻ കയറി, ഒന്നിലും അവസാനം യൂറിനൽ മാത്രം ഉപയോഗിക്കുന്ന സംഭവത്തിലോട്ട് ഞാൻ കയറി അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിട്ട് അതിൻ്റെ ദോരമെല്ലാം ഫുള്ളും തുറന്ന് കിടക്കുക. എനിക്ക് പേടിയായി, പാമ്പ് വല്ലതും കയറി വരുമെന്ന് പേടിയായി, കാര്യം ഇപ്പോൾ അതൊക്കെയാണല്ലോ. അപ്പോൾ ആ ഒരു പേടിയിൽ വിറച്ചിരുന്നിട്ടാണ്. എന്ത് മാറാം, നമ്മുടെ ഈ കേരളത്തിലെ ഈ ദുരവസ്ഥ ഒരിക്കലും മാറില്ല. ഇതേപോലെ തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ഇതുപോലത്തെ മിക്ക കംഫർട്ട് സ്റ്റേഷനുകളും ഇങ്ങനെ തന്നെയാണ്. 5 രൂപ വാങ്ങിക്കും, 5 രൂപ വാങ്ങി വെച്ചിട്ട് വെറുതെ വാങ്ങി വെക്കലാണ്. അവിടെ അവർ മൈൻഡ് കൂടി ചെയ്തില്ല കേട്ടോ. എനിക്കറിയത്തില്ല, ഈ ഒരു കുറേ ഗതി ഇല്ലാത്ത നമ്മളെ പോലുള്ളവർ കിടന്ന് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കംഫർട്ട് സ്റ്റേഷനുകൾ വെച്ചേക്കുന്നത്. സത്യം പറഞ്ഞാൽ അയ്യോ, ബാക്കിയുള്ള കാശുകാർ കാറിലും ഒക്കെ പൊക്കോളും, അവർക്കൊക്കെ ഏതെങ്കിലും വലിയ ഹോട്ടലിലൊക്കെ പോയിട്ട് നല്ല ബാത്റൂം ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഈ ബസ് യാത്രയിൽ പോകുന്ന നമുക്ക് ബസ്സിലുള്ള കണ്ടക്ടർ പറയാൻ പറ്റും, ഒന്ന് ആ ഹോട്ടലിലേക്ക് നിർത്തും, ഞാൻ ബാത്റൂം പോയിട്ട് പറ്റുമോ? നമുക്ക് ഇതുപോലുള്ള കംഫർട്ട് സ്റ്റേഷനുകളിലൊക്കെ തന്നെ പറ്റുള്ളൂ. ഒരു അവസ്ഥ ആലോചിച്ചു, എങ്ങനെ യാത്ര ചെയ്യാനാണ്, എങ്ങനെ പോകാനാണ്, ഒരു മാറ്റവും ഇല്ലാത്ത ദുരവസ്ഥ. ഇപ്പം ഈ വലിയ നിലയിലൊക്കെ ഇരിക്കുന്ന MLA ഇപ്പോൾ ഇപ്പം ആലപ്പുഴയ്ക്കാണെങ്കിലും എറണാകുളത്തിനാണെങ്കിലും ഉണ്ടാവുമല്ലോ MLAയും അതിൻ്റെ നേതാക്കളൊക്കെ. നിങ്ങളൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും അതൊന്ന് യൂസ് ചെയ്യാൻ ശ്രമിച്ച് നോക്കും. ഒരിക്കലെങ്കിലും നിങ്ങൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പാവങ്ങൾ കുറേ അനുഭവിക്കുന്ന ദുരവസ്ഥ എന്താണ്. ഇതേപോലെ മെഡിക്കൽ കോളേജുകളുടെ ബാത്റൂമുകളും ഒക്കെ ഇതേപോലത്തെ അവസ്ഥയാണ്, പരമദയനീയമാണ്. ഒരു മാറ്റവും വരാത്ത, വർഷങ്ങളായിട്ട് ഒരു മാറ്റവും വരാത്ത യാതൊരു വികസനം. എന്ത് ഹരിത കേരളം, എന്ത് വൃത്തി കേരളം, ഒരു വൃത്തി കേരളവും ഇല്ല. സത്യം ഞാൻ പറയണം. കാര്യം ഇന്ന് ഈ നേരം വരെ ഭക്ഷണം പോലും ഞാൻ കഴിച്ചിട്ടില്ല, അത്രയ്ക്ക് ദുരിതം. അയ്യോ, ചത്ത് 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 ചത്ത്